ഇത് ഹസ്ബൻഡിൻ്റെ വർക്ക് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് പുള്ളി ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിലായിട്ട് രണ്ട് വെളുത്ത സ്പീക്കർ കണ്ടോ, അത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് അതൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കാം. ഇതാണ് യമഹയുടെ സ്പീക്കറാണ്. ഇത് സ്റ്റുഡിയോ സ്പീക്കർ എന്നറിയപ്പെടുന്ന സാധനങ്ങളാണ്. HS4 എന്ന് പറയുന്ന മോഡലാണ് ഇതിന് ഏകദേശം 24,000 രൂപയോളം വില വരും. ഇതിൻ്റെ അകത്ത് ബിൽറ്റ് ആംപ്ലിഫയർ ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒറിജിനൽ വോയിസ് കേൾക്കാൻ പറ്റും. അതായത് എങ്ങനെയാണോ ഇത് റെക്കോർഡ് ചെയ്തത്, ഒറിജിനലായിട്ട് ഇതിൻ്റെ കമ്പോസർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്തത് അതേ മ്യൂസിക് ഇതിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്ത് വരും. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പം എല്ലാം ക്ലിയർ സൗണ്ട് ആയിരിക്കും ഇതിൻ്റെ. ഇതെങ്ങനെയാണ് കണക്റ്റ് ഒക്കെ ചെയ്യുന്നത്? ഇതിപ്പം കമ്പ്യൂട്ടറിൽ മോണിറ്ററിലോട്ടല്ലേ കണക്ട് ചെയ്തേക്കുന്നത്? അതായത് ഇത് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നല്ല ഓഡിയോ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹെഡ്ഫോൺ ജാക്കിൽ കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൻ്റെ ഹെഡ്ഫോൺ ജാക്കിൽ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. കാരണം അതിനുള്ളിൽ ബിൽറ്റ് ആംപ്ലിഫയർ ഉണ്ട്. അതുകൊണ്ട് അത് സൗണ്ട് രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പ്രോപ്പർ സ്റ്റീരിയോ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഒറിജിനലി എങ്ങനെയാണോ അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റേഴ്സും കമ്പോസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണിത്. അവരെങ്ങനെയാണോ യൂസ് ചെയ്ത് അതേ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഓഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് കേൾക്കാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ കാർഡ് ഓഡിയോ കാർഡ് അത്ര നല്ലതല്ല എങ്കിൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഓഡിയോ കാർഡ് അത്ര നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ ഇൻ്റർഫേസ് വാങ്ങാൻ പറ്റുന്നതാണ്. ഓഡിയോ ഇൻ്റർഫേസ് വാങ്ങിയിട്ട് കണക്ട് ചെയ്യാം. അതിന് ഏകദേശം ഏറ്റവും കുറഞ്ഞതിനൊരു 5,000 രൂപയൊക്കെ വില വരും. പക്ഷേ 5,000 തൊട്ട് 50,000 1 lakh ഒക്കെ അതിന് വിലയുണ്ട്. ഏത് വേണമെങ്കിലും വാങ്ങാം. പക്ഷേ നമുക്കിപ്പം നമ്മൾ റെക്കോർഡിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം അതല്ലാതെ തന്നെ ഇതിൻ്റെ ആംപ്ലിഫയർ, ഇതിൻ്റെ ബിൽറ്റ് ആംപ്ലിഫയർ കേപ്പബിൾ ആണ്. സൗണ്ട് നമ്മളുടെ ഈ ലാപ്ടോപ്പിൽ നിന്ന് ഒറിജിനൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഇൻ്റർഫേസ് വെച്ചിട്ടില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ഇതൊരു സ്റ്റുഡിയോ വർക്കായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ, മൈക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇൻപുട്സൊക്കെ, മ്യൂസിക്കൽ ഇൻപുട്സൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്കതൊരു ഇൻ്റർഫേസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇൻ്റർഫേസ് നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ആ 2 സ്റ്റാൻഡ് ഉണ്ട്. അത് കണ്ടോ, മെറ്റൽ 2 സ്റ്റാൻഡിലാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. ആ സ്റ്റാൻഡിന് നമുക്ക് 3,500 രൂപ ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇതിന് സ്പീക്കറിന് നമുക്ക് 24,000 രൂപയോളം അതിൻ്റെ വില വന്നിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഇതുപോലെ സ്പേസ് ഉള്ള ടേബിൾ ആണെങ്കിൽ നമുക്കിതുപോലെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഇവിടെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ 2 സൈഡിലും സ്ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഈ മേൽഭാഗത്തായിട്ട് ഒരു സ്പോഞ്ച്, റബ്ബർ പാഡ്